ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, ഉറ്റുനോക്കുന്ന ചില കാര്യങ്ങൾ പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നു, പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നു എന്നുള്ള കാര്യം. ഇതാദ്യമായിട്ട് അത്തരത്തിലൊരു സ്ഥിരീകരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തുന്ന ആക്രമണത്തെ പുറത്തേക്ക് പറഞ്ഞുകൊണ്ട് ആരോപിച്ചുകൊണ്ട് കൂടിയാണ് പാകിസ്ഥാൻ ഇതിലേക്ക് കടക്കുന്നത്. പാകിസ്ഥാന്റെ സൈനിക നീക്കവും പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യ സേന വിളിക്കുന്ന, വിദേശകാര്യ സെക്രട്ടറി വിളിക്കുന്ന വാർത്താ സമ്മേളനം ഉറ്റുനോക്കുമ്പോൾ അതിലൊരു യുദ്ധപ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനം. ആ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു കാര്യങ്ങൾ എന്നുണ്ടോ? ആധുനിക യുദ്ധങ്ങളുടെ കാര്യത്തിൽ ഔപചാരികമായ പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടാകണമെന്ന് തന്നെ ഇല്ല. പഴയ രീതികളാണ് യുദ്ധപ്രഖ്യാപനമെന്ന ഔപചാരിക നടപടി. ഈ യുദ്ധപ്രഖ്യാപനമൊന്നും ഉണ്ടായില്ല എങ്കിൽ തന്നെ യുദ്ധസമാനമായ സാഹചര്യങ്ങളിലൂടെയാണ് രണ്ട് രാജ്യങ്ങളും കടന്നു പോകുന്നത്. യുദ്ധത്തിലും പ്രേമത്തിലും എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കാം എന്നാണല്ലോ കവിവചനം. ഈ രീതിയിൽ തന്നെയാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. ഈ തീർത്തും മനുഷ്യത്വരഹിതമായ നടപടികളിലൂടെയാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നോട്ട് പോയത് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. സിവിലിയൻ എയർക്രാഫ്റ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ കവചമൊരുക്കി തിരിച്ചടിയുടെ ആഘാതം കുറയ്ക്കാൻ ഒരു കിരാതമായ ശ്രമം. ആ ശ്രമം തീർച്ചയായും അതിൽ ആ വലയിൽ ഭാരതം വീണില്ല. അല്ല എങ്കിൽ ഏറിയൽ ഒബ്ജക്ട്സ് തലങ്കം വിലങ്കം കുതിച്ചു പായുമ്പോൾ വിമാനങ്ങൾ പറത്താൻ, അതേ പാതയിലൂടെ വിമാനങ്ങൾ പറത്താൻ കാട്ടിയ ധൈര്യമെന്ന് പറയുന്നത് വളരെ വളരെ സ്തോഭജനകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഏതറ്റം വരെ പോയി വേണമെങ്കിലും ഇന്ത്യക്ക് തിരിച്ചടി നൽകാനായി പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് ഔപചാരിക യുദ്ധപ്രഖ്യാപനത്തിന് വലിയ പ്രസക്തിയില്ല. എങ്കിലും ആർമി, റെഗുലർ ആർമി, ഇപ്പം ബോർഡർ ഫോഴ്സസ് അല്ല, മറിച്ച് റെഗുലർ ടെറിട്ടോറിയൽ ആർമി രണ്ട് രാജ്യങ്ങളുടേതും മുഖാമുഖം നിൽക്കുമ്പോൾ അതിനെ പൂർണ്ണമായി യുദ്ധം എന്ന് വിളിക്കാവുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുകയാണ്. ഇനി ഇവിടെ അതിർത്തി കടന്നുള്ള പരസ്പരം ടെറിട്ടറി, കാലാവസ്ഥേന പരസ്പരം ടെറിട്ടറികൾ ഭേദിക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം. ഇപ്പോൾ ആകാശങ്ങളിലാണ് യുദ്ധം നടക്കുന്നത്. കാരണം എപ്പോഴും ഒരു കരയുദ്ധം നടക്കുന്നതിന് മുൻപുള്ള ഘട്ടമാണല്ലോ ആകാശങ്ങളിലെ സുപ്പീരിയോറിറ്റി, എയർ സുപ്പീരിയോറിറ്റി. അത് ഇപ്പോൾ ഈ നിലവിൽ ഇന്ത്യക്ക് കൃത്യമായ ആകാശ മുൻതൂക്കം നേടുന്നത് നമ്മൾ കണ്ടു. ഇന്ത്യയിലേക്ക് അയച്ച ഏറിയൽ ഒബ്ജക്ട്സ് കാര്യമായ നാശനഷ്ടം വിതച്ചില്ല. ഇന്ത്യയുടെ ഡിഫൻസ് സംവിധാനങ്ങൾ, പ്രത്യേകിച്ചും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ആകാശ മിസൈലുകളും S-400 സംവിധാനവും ഉണർന്ന് പ്രവർത്തിച്ച് നമുക്ക് ആകാശങ്ങളിൽ കവചമൊരുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇനി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ഏറിയൽ ഡിഫൻസ് അത്രയും സുരക്ഷ ഒരുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കൂടുതലായി യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ ആ ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അതുപോലെ ഇപ്പോൾ നേവി ആ രീതിയിൽ പൂർണ്ണമായി സജ്ജമായി മുന്നോട്ട് വന്നിട്ടില്ല. നേവിയിൽ നിന്നും ഏതാനും മിസൈലുകളും എയർക്രാഫ്റ്റുകളും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ആ ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ അതുകൊണ്ട് ഓൾ ഔട്ട് വാറിലേക്ക് നീങ്ങുന്നു. എസ്കലേഷൻ മോഡിൽ തന്നെയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് പൂർണ്ണമായ യുദ്ധം പാകിസ്ഥാൻ ആവശ്യമാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ത്യ യഥാർത്ഥത്തിൽ പാകിസ്ഥാനോടല്ല യുദ്ധം ചെയ്യുന്നത്. ഇന്ത്യ തീവ്രവാദത്തിന് എതിരായുള്ള ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ ഇന്ത്യ പങ്കാളിയാവുകയാണ് ചെയ്യുന്നത്. ആ ഒരു കാര്യമാണ് ഇന്ത്യ ലോകരാജ്യങ്ങളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഇത് പാകിസ്ഥാൻ ജനതയ്ക്കെതിരെയോ പാകിസ്ഥാൻ സർക്കാരിനെതിരെയോ ഈവൻ സൈന്യത്തിനെതിരെയുള്ള യുദ്ധമല്ല, മറിച്ച് ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്. അതിന് യുദ്ധത്തിന്റെ ഒരു നിറം കൊടുക്കുക എന്ന് പറയുന്നത് പാകിസ്ഥാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് എസ്കലേഷൻ, ആർമി കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ട് എസ്കലേഷൻ മോഡിലേക്ക് പോയത് പാകിസ്ഥാൻ തന്നെയാണ്. അങ്ങനെ പോകുമ്പോൾ തിരിച്ചടിക്കാതിരിക്കാനാവില്ല. കാരണം ആർമിയുടെ സംവിധാനം അങ്ങനെയാണല്ലോ. രാഷ്ട്രീയ നേതൃത്വം പൂർണ്ണമായ അനുവാദം, ഉചിതമായ നടപടികൾ എടുക്കാൻ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം ആർമിക്ക്, അല്ലെ സൈന്യത്തിന് പൂർണ്ണമായ അനുവാദം നൽകിയിട്ടുള്ളത് കൊണ്ട് ആ രീതിയിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ പാക് വ്യോമപാത അടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി ഇന്ന് രാവിലെ 3:15 തൊട്ട് 12 മണി വരെ അത് ഈ ആക്രമണങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം, പാകിസ്ഥാൻ സൈനിക നീക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, ആ സമയത്ത് വ്യോമപാത അടയ്ക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കം ഈ അടിയന്തര സാഹചര്യത്തിൽ പോലും തുറക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ കടക്കുന്നതും അത് എന്താണ് വ്യക്തമാക്കേണ്ടത്? അതിലുമുണ്ടോ ഒരു പ്രകോപനം? ഡിസ്റ്റോർഷൻ ഗെയിംസ് എന്ന് പറയാം. ഔപചാരികമായി എന്ത് പ്രഖ്യാപിക്കുന്നു എന്നതല്ല അപർണ, യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്നതാണ് നോക്കിക്കാണേണ്ടത്. പ്രഖ്യാപനങ്ങൾ പലപ്പോഴും പാഴ്വാക്കുകളാണ്. പലപ്പോഴും നമ്മുടെ ഉദ്ദേശത്തെ, നമ്മുടെ ഒരു പ്രിപ്പയർഡ്നെസ്സിനെ വഴിതെറ്റിക്കാൻ വേണ്ടി ചില പ്രഖ്യാപനങ്ങൾ നടത്തിയെന്നിരിക്കാം.
അത് രണ്ട് രാജ്യങ്ങളും ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്കിന് മുമ്പ് അല്ലെങ്കിൽ 9 കേന്ദ്രങ്ങളിൽ ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നതിന് മുൻപായി രാജ്യമാസകലം മോക്ക് ഡ്രില്ല് പ്രഖ്യാപിച്ചിരുന്നല്ലോ. ആ മോക്ക് ഡ്രില്ല് പ്രഖ്യാപിക്കുമ്പോൾ ആ ദിവസം ആക്രമണം ഉണ്ടാകുമെന്ന് ന്യായമായും പാകിസ്ഥാനും പ്രതീക്ഷിച്ച് കാണില്ലായല്ലോ. അതുകൊണ്ട് യുദ്ധതന്ത്രം എന്ന നിലയിൽ ചില പ്രഖ്യാപനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നോ ഫ്ലൈ സോൺ അല്ലെങ്കിൽ വിമാനങ്ങൾ പറക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇമ്മിനന്റായി ആക്രമണം വരുമെന്ന പ്രതീതി ജനിക്കുകയാണ്. അതുകൊണ്ട് പൊതുവെ നടത്തുന്ന പ്രഖ്യാപനങ്ങൾക്ക് ആധുനിക യുദ്ധത്തിൽ അങ്ങനെ ഒരു പ്രഖ്യാപനങ്ങൾക്ക് കാര്യമായ സ്ഥാനമില്ല. എനിമിയുടെ ഒരു കാൽക്കുലേഷൻസ് തെറ്റിക്കുന്നതിന് വേണ്ടിയാകാം അങ്ങനെ ഒരു പ്രഖ്യാപനങ്ങൾ. നോക്കൂ, രാത്രിയുടെ മറവിലല്ലേ ആക്രമണം നടന്നത്, പകൽ നേരത്തല്ലല്ലോ. കഴിഞ്ഞ 3 ദിവസവും ആക്രമണങ്ങൾ നടന്നത് രാത്രിയുടെ മറവിൽ തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും ഇതിനൊരു പ്രത്യേക പാറ്റേൺ നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാവുന്നതേ ഉള്ളൂ. അപ്രതീക്ഷിതമായ സമയത്ത് ആക്രമണം നടത്തുക, പ്രഹരമേൽപ്പിക്കുക എന്നത് യുദ്ധത്തിലെ ഒരു തന്ത്രം എന്ന നിലയിൽ പാകിസ്ഥാൻ ഇനിയും ചില നാടകീയമായ പ്രഖ്യാപനങ്ങളിലൂടെ നീങ്ങും. ആ പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ സൈനിക നീക്കം ഉണ്ടാകുമെന്ന പ്രഖ്യാപനം ആ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോ സമയത്തോ ആകണമെന്നില്ല നീക്കം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് വഴിതെറ്റിക്കൽ ഗെയിം, ഇതൊരു വാർ ഈസ് എ ഗെയിം. പല ആധുനിക യുദ്ധങ്ങളൊക്കെ ഒരു ഗെയിം എന്ന നിലയിലാണ്, ഒരു ഒളിച്ചുകളി മാതിരിയാണ് ആ സാധനങ്ങൾ. അതുകൊണ്ട് തന്നെ പറയുന്ന വാക്കുകൾക്ക് അർത്ഥം കാണേണ്ടതില്ല. നമ്മുടെ സുരക്ഷാ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും അത് വളരെ കൃത്യമാണ് ഡോക്ടർ മോഹൻ വർഗീസ് വ്യക്തമാക്കുന്ന. പാകിസ്ഥാൻ ഒന്ന് പറയുന്നു, ഒന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ എത്രയോ വ്യക്തമാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത, പാകിസ്ഥാൻ ഒരു ശക്തമായിട്ടുള്ള മറുപടി കൂടി കൊടുത്തിരിക്കുന്നു. ശ്രീനഗറിൽ പാക് വ്യോമസേനയുടെ 2 വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. സജിത്ത, ഈ വിമാനങ്ങൾ ഇത് ലക്ഷ്യമിട്ടത് എവിടേക്കാണ്? സൈനിക കേന്ദ്രങ്ങളിലേക്കോ സാധാരണക്കാരിലേക്കോ? ഇതെന്താണ് വിവരം? അപർണ, ഇപ്പോൾ പ്രേക്ഷകരെ നമുക്ക് കാണിക്കാൻ കഴിയുന്ന ദൃശ്യം ഈ ദൃശ്യത്തിലുള്ള ഈ ശ്രീനഗറിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ്. ഈ ശ്രീനഗറിൽ നിന്നുള്ള ദൃശ്യത്തിൽ പാകിസ്ഥാന്റെ ഒരു എയർക്രാഫ്റ്റ്, ഒരു ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിട്ടു എന്നതാണ് ആ വരുന്ന ദൃശ്യങ്ങളിൽ നിന്നും ലഭ്യമാവുന്ന സൂചനകൾ. സർക്കാർ ഇത് ഔദ്യോഗികമായി വിശദീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, പാകിസ്ഥാന്റെ ജെറ്റ് വെടിവെച്ചിട്ടു എന്ന് പറയുമ്പോൾ അത് F-16 ജെറ്റുകളാണ്. അതായത് അമേരിക്കൻ നിർമ്മിത F-16 ജെറ്റുകൾ വെടിവെച്ചിട്ടെങ്കിൽ അതൊരു സുപ്രധാനമായ നീക്കമാവുകയാണ്. 2 പാകിസ്ഥാൻ ജെറ്റുകൾ ഇന്ത്യ വെടിവെച്ചിട്ടു എന്ന വിവരമാണ് നമുക്ക് മുന്നിൽ പുറത്തു വരുന്നത്. ആ ഓപ്പറേഷൻ ഇന്ന് വെളുപ്പിനെ നടന്ന ഓപ്പറേഷൻ ആണ് എന്ന് നമുക്ക് കരുതാം. 4 മിസൈലുകളാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യയിൽ നിന്നും പറന്നുയർന്നത്. ഒരുപക്ഷെ ആ മിസൈലുകളാവാം ഈ ജെറ്റുകൾ തകർക്കപ്പെട്ടത്. അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അമേരിക്കൻ നിർമ്മിത F-16 ജെറ്റുകളാണ് പാകിസ്ഥാന്റെ കൈവശമുള്ളത്. ആ ജെറ്റുകളിൽ 2 എണ്ണമാണ് വെടിവെച്ചിട്ടത് എന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും പുറത്തു വരുന്ന ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് ദൂരെ നിന്നും ഒരു വീടിന്റെ മുകളിൽ നിന്നും പകർത്തപ്പെട്ട ദൃശ്യമാണ്. അതിൽ ഒരു ഫൈറ്റർ ജെറ്റിന് സമാനമായ വസ്തു തീ പിടിച്ച് പുകയുന്ന ദൃശ്യമാണ് പ്രകടമാവുന്നത്. നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് അത് പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾ തന്നെയാണ് ഈ വെടിവെച്ചിട്ടത്. F-16 അമേരിക്കൻ നിർമ്മിത F-16 ഫൈറ്റർ ജെറ്റുകളാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. ആ ജെറ്റുകൾ തന്നെയാണ് വെടിവെച്ചിട്ടത് എന്നതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അങ്ങനെയെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട നീക്കം കൂടിയായി മാറുകയാണ്. ഷെല്ലിംഗ് ഈ വിവിധ മേഖലകളിൽ, രജൌരി അടക്കമുള്ള മേഖലകളിൽ ഇപ്പോഴും ഷെല്ലിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോഴും വലിയ രീതിയിലുള്ള ഹെവി ഷെല്ലിംഗ് നടക്കുന്നു എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന വിവരം. എന്തായാലും വളരെ